ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നാം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ വിദ്യാഭ്യാസവും സാമ്പത്തികവും യോഗ്യതയും പരിഗണിച്ചാണെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കുന്നത് യോഗ്യതകൾ പരിഗണിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരായവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു സാധാരണ യുവതിയെ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് നാം പരിഗണിക്കുന്നത് പോലെയുള്ള യോഗ്യതകൾ പരിഗണിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ പ്രീതി കണ്ടെത്തിയത് കൊണ്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ഇത് തന്നെയാണ്. നോഹയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോഹ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രനായി എന്നാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം അബ്രഹാമിൽ സംപ്രീതനായതുകൊണ്ട് അവനെ കടന്നുപോയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു എന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ഗിദിയോന് ഒരു അടയാളം നൽകുന്നത് അവനിൽ സംപ്രീതനായത് കൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് തനിക്കിഷ്ടമുള്ളവരെ അവൻ്റെ അടുക്കിലേക്ക് വിളിച്ചു അവരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തു എന്നാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം തിരഞ്ഞെടുക്കുന്നത് നാം പരിഗണിക്കുന്ന യോഗ്യതകൾ അനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതി നേടിയവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കുമോ? നാം ഒരാളുടെ യോഗ്യത പരിഗണിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കണ്ണിൽ പ്രീതി നേടിയെടുക്കുവാനും ചില യോഗ്യതകളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കരുണയും വിശ്വസ്തതയും നിന്നെ പിന്തുടരട്ടെ, അങ്ങനെ ദൈവസന്നിധിയിൽ നീ കൃപയും സൽകീർത്തിയും നേടും. യാക്കോബ് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം അഹങ്കാരിയെ എതിർക്കുകയും എളിമയുള്ളവന് കൃപ നൽകുകയും ചെയ്യുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരാകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില ദൈവിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ സാധാരണ വിളിയിൽ നിന്നും ഒരു ഉയർന്ന വിളിയിലേക്ക് ദൈവം നമ്മെ വിളിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനായി നാം നമ്മെ തന്നെ ഒരുക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത എന്നിങ്ങനെയുള്ള അനേകം ദൈവിക മൂല്യങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് എന്ന സത്യം. കൊളോസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ സ്നേഹവും കരുണയും വിശ്വസ്തതയും നമുക്ക് ധരിക്കാം. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണമാകുവാൻ ദൈവിക മൂല്യങ്ങൾ നാം പിന്തുടരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു മാറ്റവുമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. മൂന്നാമതായി, ഈ ദൈവവചന ശുശ്രൂഷ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. കാരണം ഒരു 4 മിനിറ്റ് വീഡിയോയുടെ പിന്നിൽ ഒരുപാട് പരിശ്രമമുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്മാർത്ഥമായി ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്യമങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.